Namaskaram, this is me Adina Chandran with my husband and you're watching D Life. So, ഞാനും ദിനേശും കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും. കാരണം പല കാരണങ്ങളുണ്ട്. ദിനേശൻ ലീവാണ്, എനിക്ക് വലിയ പണിയൊന്നുമില്ല. അത് മാത്രമല്ല, ഇവിടെ നല്ല വെതറുണ്ട്, നല്ല സണ്ണി. നമ്മളെ നാട്ടിലുള്ള പോലത്തെ അത്യാവശ്യം ചൂടെല്ലാം, വിച്ച് ഇസ് വെരി റയർ. അങ്ങനെ ഇങ്ങനത്തെ വെതർ ഇവിടെ ഭയങ്കര റയറാണ് ഞാനുള്ള സ്ഥലത്ത്. നമ്മൾ അങ്ങനെ താമസിക്കുന്നത് ബ്രിഡ്പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ നമ്മൾ ബ്രിഡ്പോർട്ടിൽ നിന്ന് പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി എ ബീച്ച്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് ചുറ്റും ബീച്ചുകളാണ്. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൺ എ ക്ലിഫ് അല്ലേ. വർക്കലൊക്കെ പോലെയാണെന്നാണ് എൻ്റെ മൈൻഡിൽ. ബട്ട് ഭയങ്കര റോക്കലുള്ള ബീച്ച് എന്നാണ് പറയുന്നത്. സോ നമ്മൾ പോയിട്ട് ആ ബീച്ചെല്ലാം കണ്ട് പിന്നെ നമ്മൾ കുറേ സൈറ്റ് നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് കഴിച്ച് കുർക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മുടെ എന്തൊക്കെ ഫുഡാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് അതും എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പോകുന്ന വഴിക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും രണ്ട് ഭാഗത്തും ഇങ്ങനെ അതും കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോവാം. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ UK വന്നിട്ട് ഇപ്പം കറക്റ്റ് 2 മാസം തികയുന്നു. സ്ലോലി ഐ എം സെറ്റിലിംഗ് ടു ദ UK ലൈഫ്. ദിനേഷ് ഓക്കെ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, UK വന്ന് ഞാനിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പെർ വീക്ക് 20 hours ഓൾമോസ്റ്റ് ഇൻ ആവറേജ്. അങ്ങനെ ഞാനിവിടെ ഒരു ടെസ്കോൻ്റെ വൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു കടയിൽ ഞാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു പാർട്ട് ടൈം ജോബെല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ചിൽ ജോബ്. അങ്ങനെ വലിയ സ്ട്രെസ്സൊന്നുമില്ല. അങ്ങനെ നല്ലൊരു ജോബാണ്. പോകുന്നു വരുന്നു. ഡെയിലി ഒരു 6 hours ഉണ്ടാവും. ഡെയിലി ഒന്നും ഉണ്ടാവില്ല, ഇറ്റ്സ് ലൈക്ക് ഡിപ്പെൻസ് വീക്ക്ലി. അത് എങ്ങനെയാണ് ഷെഡ്യൂൾ മാറി വരും. പിന്നെ ബാക്കി ഫുൾ ടൈം ജോബ് അപ്ലിക്കേഷൻ ഇതെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഒന്നും പച്ച പിടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്. അപ്പോൾ ഇവിടെയുള്ള എക്സ്പെക്റ്റേഷൻസ്, ഇവിടെയുള്ള മാർക്കറ്റൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതും ഒരു ഭാഗത്ത് പോയി. ഇത് രണ്ടാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. വേറെ ഒന്നിനും സമയമില്ല. പിന്നെ അതിൻ്റെ നടുവൊരു ടൈമുള്ള സമയത്ത് കുക്കിങ്ങെല്ലാം പിന്നെ ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. യെസ്, വി ആർ ഗുഡ്. അപ്പം കുറേ ദിവസം ഇങ്ങനെ വി ആർ ബേൺ ഔട്ട്. ഇങ്ങനെ തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടെന്ന്. അങ്ങനെ ഇന്ന് ദിനേഷിന് ലീവാണ്. അപ്പോൾ എനിക്കും ജസ്റ്റ് ഒരു 2 hours മാത്രമേ ഒരു വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വി തോട്ട് അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പുറത്തെല്ലാം പോവാം. അപ്പോൾ ഇവിടെ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചത്. ഇവിടെയുള്ള പുറത്ത് വരുന്നത് എല്ലാവരും പറയുന്നത് ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര വേസ്റ്റാണ്, പുറത്തൊന്നും ഉണ്ടാവില്ല, എല്ലാം ഡ്രൈ ആയി പോകണം, ഇപ്പോൾ പോകുന്നൊക്കെ ഇപ്പോൾ പോയിക്കോന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും നല്ല പൂക്കളും നല്ലൊരു കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. വാവ്, ഞങ്ങൾ മൈ ഗോഡ്, ലെറ്റ് മീ ഷോ യു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കടൽ നമ്മൾ കണ്ട്. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ക്ലിഫ്. ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ 2 ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ബട്ട് ഇവിടുത്തെ ബിൽഡിങ്സ്, റോഡ്, പേയ്മെൻറ്റ്സ് എല്ലാം നല്ല ഒരു ഓർഡർ ആണ് ഉണ്ടാകുക. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ലോങ് ഡ്രൈവ്സ് പോകാനൊക്കെ കാറിൽ വെറുതെ ബേസിക്കലി ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എവിടെയെങ്കിലും പോകാൻ, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല, എവിടെ പോയാലും സാരമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനത്തെ പോകണം നല്ല രസമാണ്. ഇപ്പം എല്ലാ വീട്ടിലും മുറ്റത്തും ചെടികൾ, പൂക്കൾ, നല്ല റോസാപ്പൂക്ക് ഇത്ര വലിപ്പമുള്ളത് നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടിങ്ങനെ പോകും. വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുൾ വലിയ വിൻഡോസ്, ഈ ഫ്രഞ്ച് വിൻഡോസ് നമ്മളെ നാട്ടിൽ പറയും. ഇവിടെ ഒറിജിനൽ വീട് എന്നല്ല, ഫ്രഞ്ച് വിൻഡോസൊക്കെ ഉള്ള നൈസ്. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഷോ യു ആസ് വെൽ. ഇത് കണ്ട ഈ വീടിൻ്റെ കളർ കണ്ട, നല്ല ലാവൻഡർ കളർ, ഇത് നല്ല ഗ്രീൻ കളർ. ഈ വീടെല്ലാം ഇങ്ങനെ നമുക്ക് വി ആർ നോട്ട് യൂസ് ടു ദിസ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ നമുക്കിതൊക്കെ പുതിയത്. ഈ വീട് എന്ത് ഭംഗിയാണ്, നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സിലൊക്കെ ഉണ്ടാക്കുന്ന വീട് പോലെ അല്ലേ ദിനേഷ്? സ്കൈ ബ്ലൂ, യെല്ലോ, വെരി എസ്തെറ്റിക്കലി പ്ലീസിങ്. പൂക്കളെല്ലാം കണ്ട ഐ ലൈക്ക് ഇറ്റ്. നമ്മളിങ്ങനെ ഏതോ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ഇങ്ങനെ പോയി. വി ആർ റൈറ്റ് നൗ അറ്റ് ടെസ്കോ. നമുക്ക് ദാഹിച്ചു, എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് കുടിക്കാമെന്ന് എടുത്തു എൻ്റെ ഭർത്താവ്. അന്ത പക്കമാ. ഓക്കെ, കം ലെറ്റ്സ് ഗോ ഗ്രാബ് സംതിങ്. എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം.
ഒരാഴ്ചത്തേക്കുള്ള ജ്യൂസായി മക്കളെ. Almost there. Look at this. ഇവിടെ കണ്ട കാരവൻ ടെന്റ് ദിനേഷ്. நைட் அப்படியே இங்கே கேம்ப் ஃபயர் பண்ணிட்டு சாப்பிடுவாங்க. One thing about this place, ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിക്കണം എന്നുള്ളത് നമ്മൾ ഇവരുടെ അടുത്ത് കണ്ടുപഠിക്കണം. ഇവിടെയുള്ള സൊസൈറ്റിയിലൊന്നും നമ്മളെ നാട്ടിലുള്ള പോലെ 10th പാസ്സായോ എത്ര A+. ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിയുണ്ട് 19 വയസ്സാണ്. എനിക്ക് തോന്നുന്നു അവള് 10th എന്നല്ല ഹൈസ്കൂളിലൂടെ കൂടെ നിർത്തി കഴിഞ്ഞ്. ആര് പഠിക്കുന്നുണ്ടോ ഇല്ലയോ ഓള് ഇവിടെ നോ വൺ കാres. പഠിക്കണമെങ്കിൽ പഠിച്ചോ, പഠിക്കില്ലേ പഠിക്കണ്ട. ഇനി പഠിച്ചാലും ആരും എനിക്ക് എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ല. പഠിച്ചില്ല ആരും എന്താ പറയണ്ടേ ഇല്ലേ അങ്ങനെയും നോക്കാൻ പോകുന്നില്ല. വി ക്യാൻ ലിവ് ദ ലൈഫ് ലൈക്ക് ഹൗ വി വാണ്ട്. നോ പ്രഷർ. അതായത് ഞാനും ദിനേശ് സംസാരിച്ചുകൊണ്ട് വന്നു ഈ നാട്ടിൽ നമ്മൾ ജനിച്ചില്ലല്ലോ എന്ന്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി, മിഡിൽ ക്ലാസ് കൺട്രിയിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒരു സ്വപ്നം മാത്രം. അങ്ങനെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ കാരവൻ കൾച്ചറൊക്കെ വെരി കോമൺ ആണ്. എല്ലാവരും കാരവനും എടുത്ത് ഈ സമ്മറിലാകുമ്പോൾ ഫുള്ള് ചുറ്റി അടിച്ച് എവിടെയെങ്കിലും ടെൻറ്റ് അടിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനത്തതാണ്. സോ അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നതാണ്. ടെൻറ്റിലടിച്ചിട്ട് കുറേ ആൾക്കാർ ഫുള്ള് ബോട്ടിൽസ് എല്ലാം വെച്ച്. എനിക്കിതില്ലാണ്ടൊരു പരിപാടി ഇല്ല. രാവിലെ ആയാൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കടയിൽ വരും എല്ലാവരും. 8 മണിക്കകത്ത് കൊടുത്തു തുടങ്ങും. 8 മണി തൊട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങും എല്ലാവരും. അതില്ലാണ്ടൊരു ജീവിതമില്ല. ആൻഡ് റൈറ്റ് നൗ നമ്മൾ പോർട്ട്ലാൻഡിൽ എത്തിക്കഴിഞ്ഞു. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ്, നമുക്കിനി ബീച്ച് കാണാം. പ്ലസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലെറ്റ് മീ ഷോ ദാറ്റ് ടു യു ഗൈസ് ആസ് വെൽ. കണ്ട ഇതാണ് പോർട്ട്ലാൻഡ്. വേമോത്തിലുള്ള പോർട്ട്ലാൻഡ് ആണ്. ചുറ്റിലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ ലൈറ്റ് ഹൗസ്. ഇതൊരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നൈസ്. ഇതവിടെ ഒരു ഫാമിലി ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. നമ്മൾ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് £1.50. സോ അവിടെ പാർക്കിംഗ് എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ചാർജസ് മസ്റ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഹൗ ബ്യൂട്ടിഫുൾ. I am right now at the most beautiful place. One of the most beautiful places. ആരുമില്ല. അതാണ് എനിക്കിങ്ങനെ ആള് കൊഴിഞ്ഞ് തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. No one is there. എന്താ പറയണ്ടേ, I don't know. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ട്. calm and quiet. നല്ല കടല്. കടലിനോടൊന്നും ഒരു ഹോം ഫീലിംഗ് ആണല്ലോ. നമ്മൾ കടാപ്പുറം ഗേൾ ആയതുകൊണ്ട് കടൽ is always here. So life right now is lifing. Adulthood ഇപ്പോഴാണ് ഫേസ് ചെയ്യുന്നത്. ഈവൻ ദോ ഞാനൊരു അഡൾട്ട് ആയിരുന്നു all the years, ബട്ട് അലക്കുന്നു, തുടയ്ക്കുന്നു, all those things, no? കാര്യങ്ങളൊക്കെ ഇപ്പം സ്ലോലി ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ അതൊന്നുമല്ല ഇപ്പം മെയിൻ, എനിക്കൊരു ജോലി കിട്ടണം ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംടൈംസ് ഐ ഗെറ്റ് സ്ട്രെസ്ഡ്. വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാറില്ല. ഇപ്പം സ്ലോലി ലൈഫ് ഇസ് ലൈഫിങ്. സോ ഐ ഷുഡൻറ്റ് സ്ട്രെസ്. അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. ഐ എം വിത്ത് എ മാൻ. ഞാൻ ആഗ്രഹിച്ചൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് ഗോൾ ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഗോൾ നടക്കാണ്ടിരിക്കുമ്പോൾ ഐ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. വളരെ ரொம்ப ഡിസപ്പോയിൻറ്റഡ്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാനങ്ങനെ ആ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൾ ഓറിയൻറ്റഡ് അല്ലാണ്ട് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആൻഡ് സ്ലോലി ഐ എം സ്റ്റാർട്ടഡ് എന്താ പറയണ്ടേ, ആ പ്രോസസ്സിനോട് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പം എൻ്റെ പ്രോസസ്സിനോട് ആണ് എനിക്കിഷ്ടം. അതായത് ജോബ് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന കാര്യം. അല്ലാതെ അതിൻ്റെ എന്ത് റിസൾട്ട് വരുന്നത്, ഇന്ന് എനിക്ക് അപ്ഡേറ്റ് വന്നില്ല, ഒരു റിജക്ഷൻ മെയിൽ വന്നോ, അത് ഡസൻറ്റ് മാറ്റർ എന്നോ. ഇപ്പം എനിക്കതങ്ങനെ ലൈക്ക് ഞാനത് ഒരുപാട് അങ്ങ് ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല. ദാറ്റ്സ് ദ പ്രോസസ്. അതിലൊക്കെ ഇങ്ങനെ ലൈഫ് ഇസ് ടീച്ചിങ് ആൻഡ് ഐ എം ലേണിംഗ്. വേറെ പ്രശ്നമൊന്നുമില്ല. ലൈഫ് ഇസ് സ്മൂത്ത് വിത്ത് ദിസ് ഗായ്, വണ്ടർഫുൾ ഗായ്. എന്നെ നല്ലോണം നോക്കുന്നുണ്ട്. ഹി കുക്സ് വെൽ. അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം കൂടെ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിന് ശേഷം നമ്മൾ ദ ഗൂർഖ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതാണ് ഇതിനകത്ത് മെയിൻ അജണ്ട.
ഫുഡ് ഇസ് ലൈഫ്, ഫുഡ് ഇസ് എവറിത്തിങ്. സോ ഓഫ് കോഴ്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവും. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് സമയം കൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടു. ഓക്കെ, ഇവിടെ കാറ്റ് കൊണ്ടിട്ട് കാഴ്ച കണ്ടിട്ട് മദാമ്മയൊക്കെ ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. കുട്ടി എന്നാ ഫോണ് നോക്കിക്കുന്നത്. സോറി മദാമ്മ, ദിസ് ഇസ് ജസ്റ്റ് മൈ യൂട്യൂബ് ചാനൽ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബൈ ബൈ ടു ദ പോർട്ട്ലാൻഡ്. നമ്മൾ ഇവിടുന്ന് ഗൂർഖ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പോവാണ്. അവിടെ ബഫേ ആണ്. പോയിട്ട് നമുക്ക് നന്നായിട്ട് ഞം 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 ഞം. സൂപ്പറാ ഇருக்கு ദിനേഷ്. നമ്മളിപ്പോൾ അതിസാഹസികമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഇവിടുന്ന് മേ ബി അത് മനസ്സിലാവുന്നില്ല. ബ്രിഡ്ജിന് അവർ കനീസി താഴെ വലിയ ഷിപ്പ് എന്തോ പോകാനുണ്ട്. ദാറ്റ് ഇസ് ആ സാധനം ഈ വരുന്നത് കണ്ടോ, വള്ളി. ആ സാധനത്തിൽ പോകാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ആ ബ്രിഡ്ജ്, ഇതാണ് ആ ബോട്ട്. ഇറ്റ്സ് നൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഇത് കാണുന്നത്. ബോട്ട് ദിസ് ഇസ് ദ പ്ലേസ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഗൂർഖ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നത്. ദിസ് ഇസ് ദ വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ഫുഡ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഓണിയൻ ബജി, സോ റൗണ്ട് 2 വി ഹാവ് പുലാവ് റൈസ്. കുറച്ച് ഈ സാധനമുണ്ട്. പിന്നെ കല്ലുമക്കായ. ദിനേഷ്, ദിസ് ഇസ് കല്ലുമക്കായ ഉണ്ട്. ദിസ് ഇസ് ഗാർലിക് ചിക്കൻ, ദിസ് ഇസ് മട്ടൻ കറി ആൻഡ് ദിസ് ഇസ് നാൻ. ഇത് കുറച്ചും കൂടി ഇന്ത്യൻ ഫുഡ് പോലെ ഉണ്ട് കാണാൻ. ബാക്കിയൊക്കെ പേര് മാത്രമാണ്. കാണുമ്പോൾ മട്ടൻ കറി നാനും ഫ്രൈ ചെയ്യാം. ഇത് മട്ടൻ കുഴമ്പ് നൈസ്. നമ്മുടെ കല്ലുമക്കായി ഇതെല്ലാം കയ്യാലതാണ്ട് സാപ്പിട മുടിയും. കല്ലുമക്കായി സോ ഫൈനൽ റൗണ്ട് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് സെയിം കല്ലുമക്കായി റെപ്യൂട്ടേഷൻ, ഗാർലിക് ചിക്കൻ, നൂഡിൽസ്, ഇത് കുറച്ച് മട്ടൻ കറി. ലാസ്റ്റ് റൗണ്ട് ഓൾസോ ഹാവിംഗ് ഫുഡ്, having this ice cream. ഒന്നും ഐസ്ക്രീം കഴിക്കാറില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. എനിക്ക് உட்காந்து சாப்பிட்ருக்கலாம் போல, ஆனால் ரொம்ப வெயிலாக இருக்கு. குளிர் அடிக்குது ஆக்சுவல் லைட். സോ ദാറ്റ്സ് ഇറ്റ്. നല്ല സ്ഥലം കണ്ടു. പിന്നെ നമ്മൾ പാലം പൊന്തുന്നത് കണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേനു. അങ്ങനെ നമ്മൾ വടേരെന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പാലം പൊന്തുന്ന കണ്ട്, താഴ്ന്നതും കണ്ട്, അതിൻ്റെ നടുവ് കൂടെ പ്രൈവറ്റ് യാക്ക് എന്നാൽ അതിൻ്റെ പ്രൊണൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. YATCH യാച്ച് എല്ലാം പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഡേ. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ്, എന്ത് തന്നെ എത്ര ഹെക്ടിക്കായിട്ട് പോയാലും, എത്ര നമ്മൾ അനാവശ്യമായ ഇത് എടുത്താലും, ഇങ്ങനെ ഒരു ദിവസം പുറത്തെല്ലാം വന്ന് ഇതാകുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. അങ്ങനെ ദിസ് ഇസ് എ വെരി ഫീൽ ഗുഡ് വണ്ടർഫുൾ നൈസ് ഡേ. എൻ്റെ ഭർത്താവിന് എങ്ങനത്തെ ദിവസം ചോദിച്ചു നോക്കാം. ദിനേഷ്, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. இன்னைக்கு எப்படி இருந்துச்சு? நீ என்ஜாய் பண்ணியா? நான் என்ஜாய் பண்ணேன். நீ എൻജോയ് பண்ணியா? അത് പോതാ. അങ്ങനെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, this is me, Adina Chandran and Dinesh signing off from D Life.